ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സോൾട്ട് ആൻഡ് പെപ്പർ ഫാമിലി. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡേ ഔട്ട് ആണ്. വേറൊന്നുമല്ല, ഇന്ന് ഇത്തിരി വെയിലുണ്ട്. അപ്പൊ ഞാനും ഹേഗും കാർത്തിക ചേച്ചിയും വന്നിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ മൂന്നേരും കൂടി ഒന്ന് ചുമ്മാ ഒന്ന് ടൗണിലൊന്ന് പോവാന്ന് വിചാരിച്ചു. അപ്പൊ രാവിലെ എഴുന്നേക്കുന്നതിന് മുമ്പ് ഇൻട്രോ ഒക്കെ എടുത്ത് ഇവൻ എഴുന്നേറ്റ് ഞാൻ വീഡിയോ ഒക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു. ഞാനൊന്ന് എഴുന്നേറ്റ് കുറച്ച് വരുമ്പോ തന്നെ ഇവനപ്പൊ തന്നെ എഴുന്നേറ്റ്. ഞാൻ പക്ഷെ വീഡിയോ എടുത്തിട്ടാ. Good morning. Wake, hey girl. ഒങ്ങിയാ ഇവിടെ ഫെൻസ് അടിക്കണുണ്ട്. അപ്പൊ ഫെൻസ് വെക്കാനുള്ള ഗേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ പുള്ളിക്കാരൻ വന്ന് ഡോർ നോക്കിയതായിരുന്നു. അപ്പൊ അങ്ങനെ അവിടെ കുറെ സമയം പോയി. താങ്ക് യു സോ മച്ച്. യു ടു. ബൈ. ഇതാണ് ഞങ്ങളുടെ ബെഡ്റൂം. ഇത് ഹേഗുവിന്റെ ബെഡാണ്. ഇത് ഇവൻ ജനിച്ച സമയത്ത് തന്നെ വാങ്ങിച്ചതാണ്, ആമസോണിൽ നിന്ന് വാങ്ങിച്ചത്. നമുക്കിത് ആ ബെഡ് നമ്മുടെ ബെഡായിട്ട് ഞാൻ അറ്റാച്ച് ചെയ്തിടാം. ഇവിടെയും കൂടി ഒരു സ്റ്റാൻഡ് ഉണ്ട്. അത് നമ്മ അയച്ചു മാറ്റി വെച്ചേക്കണേ. ഇപ്പൊ ഉണ്ടല്ലോ, നല്ല സ്പേസ് ഉണ്ട്. അപ്പൊ നമുക്ക് നല്ലപോലെ കിടന്ന് ഉറങ്ങാൻ പറ്റും. പക്ഷെ അവൻ അവിടെ കിടത്തിയാലും അവൻ കുറച്ച് ഉറങ്ങിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഉരുണ്ടുരുണ്ട് ഞങ്ങളുടെ ഒപ്പം തന്നെ വന്ന് കിടക്കും. രാവിലെ തന്നെ ആ ഡ്രോയറൊക്കെ തുറന്ന് അതിൻ്റെ ഉള്ളിലെ സാധനങ്ങൾ എടുക്കലാണ് ഇവന്റെ പരിപാടി. ഇത് ഹേഗുവിൻ്റെ മാത്രമായിട്ടുള്ളൊരു ഡ്രോയാണ് കേട്ടോ. ഫസ്റ്റ് ടൈം അവൻ വന്ന സമയത്ത് അവൻ ഇട്ടേച്ച ആ കുറച്ച് ഡ്രസ്സും ഷൂസും കാര്യങ്ങളൊക്കെ ഞാൻ ഓർമ്മയ്ക്ക് വേണ്ടി വെച്ചേക്കണേണ്. ബാക്കിയുള്ളതൊക്കെ ഞാൻ ചാറ്റിക്ക് കൊടുത്തോട്ടോ. പെട്ടെന്നല്ല ഇവർ വലുതാവണത്. അപ്പം അങ്ങനെ കുറേ ഡ്രസ്സ് ഉണ്ടായിരുന്നു. മിന്നാന്ന് നിധി കൊണ്ടതെല്ലാം ചാരിറ്റി കൊണ്ട് കൊടുത്ത്. കുഞ്ഞു ഷൂസ്, ഏറ്റവും കുഞ്ഞൊരു ഷൂസ് ഉണ്ട് കേട്ടോ. ഫസ്റ്റ് അവൻ ഇട്ടച്ചത്. ഇവിടെ കിടന്ന് പണിയാണ്. അപ്പൊ നമുക്കിനി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. കാരണം സമയമില്ല. ഒരു 12 മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങണം. ഇപ്പൊ മണി 10 ആവാനായി. ഇനി ഇവന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കലൊരു ചടങ്ങാണ്. നല്ലപോലെ സമയം എടുക്കും. അപ്പൊ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞിട്ട് കാണാം. ബൈ പറഞ്ഞേക്കും. ബൈ. മൂടില്ല ക്ലൈസ്. അവന് രാവിലെ ഇങ്ങനെ കളിക്കണം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ തള്ളു. വാ, ഇങ്ങനെ വാ. കുഞ്ഞുമണി. ഞങ്ങപ്പ അങ്ങനെ റെഡിയായി. ഞാൻ ഇവിടെ നിന്ന് പയ്യെ ഇറങ്ങാൻ വേണ്ടി പോണേണ്. ഇനി ഇവനെ സ്റ്റോളിൽ ഇരുത്തണം. ഞങ്ങപ്പ അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങണേണേ. ഇപ്പൊ നേരെ പോണത് ടൗണിലേക്കാണ്. അപ്പൊ ചേച്ചി അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നില്ല ഇവിടെ ഫെൻസ് അടിക്കണ കാര്യം. അപ്പൊ ഇതാണ് ഫെൻസ് അടിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ അവര്. അപ്പൊ അതിന്റെ ഗേറ്റ് ആയിരുന്നു അവിടെ വന്ന് വെച്ചേക്കണത്. ചേച്ചി ഇപ്പൊ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ചേച്ചി അപ്പൊ വെദർ സ്പൂണിന്റെ ഫ്രണ്ടിലായിട്ട് നിക്കാന്നാ പറഞ്ഞത്. ഞാൻ ഇവിടെ എത്താനായി സത്യത്തില്. ഞാൻ നോക്കട്ടെ ചേച്ചി എവിടെയാണെന്ന്. ഇതേ ആ നടന്നു വരുന്നതാ നമ്മുടെ കാർത്തുമ്പി. കൊറേ നേരമായി വെയിറ്റ് ചെയ്തിക്കണം. ഈ ചെറുക്കണീ തൊപ്പി വഴി വെച്ച് മാറ്റി കളയണം. ഭയങ്കര തണുപ്പല്ലേ. എല്ലാ വീക്കിലും ഫ്രൈഡേ ഇവിടെ ഫ്രൈഡേ മാർക്കറ്റ് വരാറുണ്ട്. അതായത് അവര് തന്നെ വീട്ടിൽ നിന്ന് ഫ്രഷ് ആയിട്ട് വെജിറ്റബിൾസും മീറ്റും എന്താണ് ബണ്ണ്, ബ്രെഡ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ബേക്ക് ചെയ്ത് ഇവിടെ ഇങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ സെല് ചെയ്യാറുണ്ട് അവര്. ഞാനത് കാണിച്ചു തരാം കേട്ടോ. എല്ലാം ഫ്രഷ് മീറ്റ് ആണ് കേട്ടോ. ഇതെല്ലാം ഓർഗാനിക് വെജിറ്റബിൾസ് ആണ് കേട്ടോ. നല്ല ഫ്രഷ് ആയിട്ട് അവരുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് അവർ ഇവിടെ സെല് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കണേ. ഇത് പൊട്ടാറ്റോ, ഇത് പാസ്നിപ്സ്, സ്വീഡ്, പിന്നെ ഓണിയൻസ്, ക്യാരറ്റ്സ്, പിന്നെ കുറച്ച് ഫ്രൂട്ട്സും.
പിന്നെ ഈ കാണണ ബ്രിട്ടീഷ് ഹാർട്ട് ഫൗണ്ടേഷൻ, പിന്നെ ക്യാൻസർ റിസർച്ച് UK, ഏജ് UK, ഇതൊക്കെ ഇവിടുത്തെ ചാരിറ്റി ഷോപ്പാണ് കേട്ടോ. അതായത് യൂസ്ഡ് ആയിട്ടുള്ളതും യൂസ്ഡ് അല്ലാത്ത ഐറ്റംസും, അതായത് നമ്മുടെ ഹോം അക്സസറീസ് ആണെങ്കിലും ക്ലോത്ത്സ് ആയാലും സാൻഡിൽസ് ആയാലും ഇതെല്ലാം ഇവിടെ കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ, അതൊരു ചാരിറ്റി പോലെ കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരൊരു അഫോർഡബിൾ പ്രൈസിൽ സെല് ചെയ്യാൻ വേണ്ടി വെക്കും. നമുക്ക് ഇഷ്ടമാണെങ്കിൽ വാങ്ങിക്കാം. ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്ത് ചിലർ വന്ന് വാങ്ങിക്കാറുണ്ട്, ചിലർ അത് വാങ്ങിക്കൂല. ചിലത് യൂസ്ഡ് ആയിരിക്കും, ചിലത് യൂസ്ഡ് അല്ലാത്ത ഐറ്റംസ് ആയിരിക്കും. ഒന്നിതാണ് ബ്രിട്ടീഷ് ഹാർട്ട് ഫൗണ്ടേഷൻ, ഒരു ചാരിറ്റി മാതിരി ഉണ്ടോ. പിന്നെ ഒന്നിത് ക്യാൻസർ റിസർച്ച് UK, പിന്നെ ഈ കാണുന്ന ഏജ് UK. ഞാൻ എൻ്റെ ഉള്ളിൽ കയറി കാണിച്ചു തരാം കേട്ടോ. എല്ലാം സെയിം തന്നെയാണ് എല്ലാ ഷോപ്പിലുള്ളത്. ഇത് അടുത്തൊരു ഷോപ്പാണ്. ഐസ്ലാൻഡിലാണ് കൂടുതലും ഫ്രോസൺ ഐറ്റംസ് ഒക്കെ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതാണ് ഞങ്ങളുടെ ഇവിടുത്തെ തിയേറ്റർ. ഞങ്ങൾ ഇവിടെയാണ് പടങ്ങളൊക്കെ കാണാൻ വേണ്ടി വന്നത്. ദ അവന്യൂ സിനിമ, S&B സിനിമാസ് ലിമിറ്റഡ്. ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള പടത്തിൻ്റെ ഇതാണ് കാണിക്കണത്. പിന്നെ ഈ കാണുന്ന ബ്രിട്ടീഷ് റെഡ് ക്രോസിൽ കൂടുതലും കുറച്ച് ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് ഇവർ വെക്കണത് ഇവിടെ ചാരിറ്റിക്കായിട്ട്. ഇവിടെ കൂടുതൽ ഐറ്റംസും സാറയുടെ ഉണ്ടാ വരാറുള്ളത്. ജാക്കറ്റ് ആണെങ്കിലും എല്ലാം സാറയാണ്. ഞങ്ങൾക്ക് ഇപ്പോൾ ഒന്ന് ഗ്രെക്സിലൊന്ന് കയറി ഇവിടുന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഞാൻ എന്തെങ്കിലും ബേക്കായിട്ട് എന്തെങ്കിലും വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. ഡോണറ്റ് വേണോ? സ്വീറ്റ് ട്രീറ്റ്സ്. ഇപ്പോൾ 2 ചിക്കൻ ബേക്ക് വാങ്ങിക്കാം. നിനക്ക് വേണോ? താങ്ക് യു. ആ കാണുന്ന ഗ്രേപ്പ് ട്രീയിൽ എല്ലാ സ്പൈസസും അവൈലബിൾ ആണ് കേട്ടോ. ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറി കാണിച്ചു തരാം അതിനകത്ത് എന്തൊക്കെയുള്ളതെന്ന്. ഇഞ്ചി മിഠായി, ഈ കാണുന്നതാണ് ഇഞ്ചി മിഠായി, ഈന്തപ്പഴം, പിന്നെ ഇത് ആപ്പിള് ഉണക്കിയത്, മാംഗോ, ഡ്രൈഡ് മാംഗോ. ഞങ്ങൾ ഇവിടെ വന്നിട്ടാണ് ഈ പറഞ്ഞ പോലെ തന്നെ കാഷ്നട്ടും റൈസിൻസ് ഒക്കെ വാങ്ങിക്കണത്. പിന്നെ മെയിൻ ഐറ്റം നമ്മുടെ നാട്ടിലത്തത് അതാദ്യം കാണിച്ചു തരാം. ടർമറിക് പൗഡർ, പാപ്രിക്ക, ലൈക്ക് മുളക് പൊടിയിൽ ചേച്ചി അതേക്കെ പോലെ തന്നെ. ലാഭം കണ്ടോ? ഇത് 342 ആണ്. 2 3 പൗണ്ട്. മനസ്സിലായി നിങ്ങൾക്ക്? ആ, ഇത് ഞാൻ പ്രഗ്നന്റ് ആയപ്പോ കുടിച്ചായിരുന്നു. പക്ഷെ കഴിച്ചായിരുന്നു പാലിലിട്ട്.
നമ്മൾ ചില സമയത്തൊക്കെ വരുമ്പോഴേക്കും നേരത്തെ കാണാത്ത ഐറ്റംസ് വരെ ഉണ്ടാവും കേട്ടോ. അപ്പൊ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് കടുക് ഇവിടെ വന്നേക്കണത്. ഇപ്പൊ ചേച്ചിയും എള്ള് കണ്ട കടുക് എള്ളൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. എള്ള്, കടുക്, പിന്നെ കൊറിയൻഡറിന്റെ സീഡ്സ് എല്ലാം ഉണ്ട്. ചെറിയ ജീരകം, ഏലക്കായ. എടാ ഇതൊക്കെ 342 ആണോ? ഇത്രയും വലിയ പാക്കറ്റ് ആയിരിക്കും. പെപ്പർ. നമ്മുടെ നാട്ടിൽ കിട്ടണ കറുമുറ ഐറ്റംസ് ഉണ്ട് കേട്ടോ. മിക്സറ്, പിന്നെന്താണ് നുറുക്ക്, കായ വറുത്തത്, എല്ലാം ഉണ്ട്. ഈ ഒരു സെക്ഷൻ ഫുള്ള് സീഡ്സ് ആണ് കേട്ടോ. ഡ്രൈഡ് ആപ്രിക്കോട്ട്സ് ആണ് കേട്ടോ. പിന്നെ ഈന്തപ്പഴം ഉണ്ട്. അത്യാവശ്യം നല്ല തണുപ്പുണ്ട് കേട്ടോ ഗൈസ്. കാറ്റും കൂടി ഉള്ളത് കാരണം നല്ലപോലെ തണുപ്പ് ഫീൽ ആവുന്നുണ്ട്. ഇവിടെയാണ് ഞാൻ നിധിയൊക്കെ വന്ന് മുടി വെട്ടാറുള്ളത്. ടർക്കിഷുകാരനാണ് കേട്ടോ പുള്ളിക്കാരൻ. ഇതൊരു ക്ലോത്ത് ഷോപ്പാണ് കേട്ടോ. ഇത്തിരി എക്സ്പെൻസീവ് ആണ് ഇവിടെ. നല്ല വെറൈറ്റീസ് ഓഫ് നെക്ക് പീസസ് ഉണ്ട്. നോക്കി നല്ല ഭംഗിയില്ലേ? എത്ര റേറ്റ്? ഇച്ചിരി കൂടുതൽ 12 പൗണ്ട്. നൈസ് അല്ലേ? നീ തൊപ്പി വെക്കാണ്ടിങ്ങനെ നടന്നോട്ടെ ഹേഗു. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയില്ലേ? വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു 4 പ്രാവശ്യമെങ്കിലും വെച്ച് കൊടുത്തിട്ടുണ്ടാവും. ഞാൻ അവനായിട്ട് വരും, അവന് തൊപ്പി ഊരിയിട്ട് റോട്ടിലിടണം. ഇവിടെ തന്നെ പീക്കോക്ക് എന്ന് പറഞ്ഞ ഷോപ്പും കൂടി ഉണ്ട്. അതും ക്ലോത്ത് ഷോപ്പാണ് കേട്ടോ. ഇതുവരെ എൻ്റെ ബർത്ത്ഡേയുടെ ഡ്രസ്സ് കിട്ടിയിട്ടില്ല. കമ്മിങ് 29th എൻ്റെ ബർത്ത്ഡേ ആണ്. ചുമ്മാ എന്തെങ്കിലുമൊക്കെ ഒന്ന് നോക്കി ട്രൈ ചെയ്തൊക്കെ നോക്കി മനസ്സിന് ഇഷ്ടപ്പെട്ടെങ്കിൽ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാനിങ്ങനെ ഓരോന്നൊക്കെ ട്രൈ ചെയ്യാൻ വേണ്ടി പോകുന്നു. ട്രൈ ചെയ്ത് നോക്കാം. എടുത്ത കുറച്ച് ഡ്രസ്സ് ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു. 2-3 ഇഷ്ടപ്പെട്ട്. ഞാൻ വിചാരിച്ച് 29th വരെ സമയം ഉണ്ടല്ലോ. അപ്പോൾ ഇനിയും ചിലപ്പോൾ പുതിയ സ്റ്റോക്ക് എന്തെങ്കിലുമൊക്കെ വന്നാലോ. പിന്നെ ഒരു ദിവസം വന്ന് ഒന്നും കൂടി നോക്കാമെന്ന് വിചാരിച്ച്. അപ്പം അങ്ങനെയാ എൻ്റെ ചേച്ചി പരിപാടി. ഒന്നുമില്ല, ചുമ്മാ ഇറങ്ങാം. ചുമ്മാ ഈ തണുപ്പൊക്കെ ആസ്വദിച്ചൊന്ന് ടൗണിൽ കൂടിയാണ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇപ്പം നേരെ പോണത് ചേച്ചിയുടെ വീട്ടിലേക്കാണ്ടാ. ചേച്ചിയുടെ വീട്ടിൽ ചിക്കനും ഇടിയപ്പം ഉണ്ടോയെന്ന് പറഞ്ഞിട്ട് എന്നെ ആകർഷിച്ച് അങ്ങോട്ട് വാടി കഴിച്ചിട്ട് കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞ് വിളിച്ച് ഞാനിത് ഇപ്പം ചേച്ചിയുടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കണേണ്. ചേച്ചിയുടെ വീട്ടിൽ അടുത്ത് തന്നെയാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുണ്ടാവില്ല, ഞങ്ങൾ ചേച്ചിയുടെ വീട്ടിലായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ കൂടിയത്. പിന്നെ അവിടെ പോയിട്ട് ബാക്കി കാണാം. അവനെ നോർക്കണം, സമയമായില്ലേ. രാവിലെ ഫുഡൊക്കെ കഴിച്ച് ഞാൻ പാല് കുടിപ്പിക്കണം. അപ്പം അങ്ങനെ ചേച്ചിയുടെ വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ ഹേക്ക് ഭയങ്കര കരച്ചിലായിരുന്നു ഉറക്കാൻ വന്നിട്ട്. അങ്ങനെ ഞാൻ അവനെ കിടത്തി ഉറക്കി. ഇനി ചേച്ചി അപ്പം ഞങ്ങൾക്ക് മുട്ട ചിക്കി വറുത്ത് തരാം, ബുൾസൈഡ് തരാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞങ്ങൾ അതൊക്കെ ചെയ്യാൻ വേണ്ടി പോണേണ്. ഇവനൊന്ന് സോഫയിലേക്ക് കിടത്തണം. അപ്പോൾ ബാക്കി കാര്യം നമുക്ക് അത് കഴിഞ്ഞിട്ട് കാണാം. അങ്ങനെ ഹേക്കിനെ ഞാൻ സോഫയിലേക്ക് കിടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ചേച്ചിക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടി ഞാനായിരുന്നു കുക്കിംഗ് ഇറങ്ങിയത്. ഈ പ്രാവശ്യം ചേച്ചിയുടെ സ്കിൽസ് ചേച്ചി പുറത്തിറക്കണേണ്. കണ്ടിരിക്കണ്ട, ഇതാണ് പണ്ടൊക്കെ അടുക്കളയിൽ കയറാത്ത ആൾക്കാർ ഇങ്ങനെ അവസ്ഥ. അങ്ങനെ ഇവിടെ ചേച്ചിയുടെ മുട്ട ചിക്കി വറുത്തത് റെഡി ആയിക്കൊണ്ടിരിക്കണേണ്. സവാള പകുതി ഞാനാണ്ടായിരുന്നത്, പച്ചമുളകും. ഇപ്പം പച്ചക്കൊന്നും ടെസ്റ്റ് ചെയ്യില്ല, പിന്നെ ഉപ്പൊക്കെ ഇട്ട് ടേസ്റ്റ് ഒക്കെ ചെയ്ത് ഇപ്പതേ ചിക്കി വറുത്ത റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അതിനൊരു കോവലിൽ എന്തോ വെച്ചിട്ടുണ്ട് കൈസ്, പൊട്ടിത്തെറിക്കുന്ന സൗണ്ടൊക്കെ കേൾക്കാം. ഇന്നലത്തെ 2-3 ചാള വറുത്തത് നല്ല സ്മെല്ല് തന്നെയുണ്ട്. പിന്നെ ബീട്രൂട്ട് തോരനും. ഇടിയപ്പം ഫ്രോസൺ ആണ്, അപ്പോൾ അതെടുത്ത് പുറത്ത് വെച്ചതാണ്. പിന്നെ എന്താണ് ചേച്ചി? ചിക്കൻ കൊണ്ടാട്ടം. ഇത് ചേച്ചിയുടെ സ്പെഷ്യൽ അല്ല കേട്ടോ, ചേട്ടൻ്റെ സ്പെഷ്യലാണ്.
ചേട്ടൻ നല്ല അടിപൊളി ഷെഫാണ്, നല്ല ടേസ്റ്റാണ് എല്ലാം ഉണ്ടാക്കണേനൊക്കെ. കേൾക്കണല്ലോ, ഈ ചിക്കൻ കൊണ്ടാണ് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ലെന്ന്. പക്ഷെ കഴിഞ്ഞ മുമ്പ് നേരത്തെ വെച്ച ചിക്കൻ അച്ചാറായിരുന്നു അടിപൊളിയെന്ന്. അങ്ങനെ നമ്മുടെ മുട്ട ചിക്കൻ വറുത്തത് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കണേണ്. എല്ലാം ഇതൊക്കെ ആയിരിക്കും ചൂടാക്കണത്. ചൂടാക്കണ്ടേ പിന്നെ കഴിക്കാൻ? ചൂടാക്കണം. ഷെഫിന്റെ ഭാര്യ ഷെഫ് കാർത്തിക. ചോറ് ചൂടാക്കണം. അത് അപ്പം മാത്രം മതിയോ നമുക്ക്? അപ്പം ഒരു ട്രിപ്പ് കഴിച്ചിട്ട് ചോറൊന്നും വേണ്ട ചേച്ചി. കൊറേ സാധനങ്ങളൊക്കെ എടുത്തെടുത്ത് വെക്കണുണ്ട്. ഇതാണ് ഗൈസ് ആ ചിക്കൻ കൊണ്ടാട്ടം. ഇത് ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയാന്ന് പറയാട്ടോ. ഹസ്ബൻഡ് ഉണ്ടാക്കിയ ചിക്കൻ കൊണ്ടാട്ടം ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെ നോക്കാട്ടോ. കൊള്ളാവോ? പക്ഷെ എരിവ് ഇച്ചിരി കൂടി പോയി. എനിക്ക് എരിവ് ഭയങ്കര ഇഷ്ടമാണ്. നല്ലതാണ്. പോകുമ്പോ ഞാൻ ഇത്തിരി പാർസൽ ഇവിടുന്ന് വാങ്ങിക്കണതായിരിക്കും. തീർച്ചയായിട്ടും കൊണ്ടൊക്കും. അടിപൊളി. അത് മറ്റേ ഇടിയപ്പത്തിന്റെ കൂടെ പോകത്തില്ലേ? ടേസ്റ്റ് ഉണ്ടാവില്ലേ? ഹസ്ബൻഡ് ഉണ്ടാക്കണ എല്ലാ കറിയും നല്ല ടേസ്റ്റ് ആയത് കാരണം ഞാൻ എപ്പോഴും എന്തെങ്കിലും പുതിയതായിട്ട് കഴിക്കുമ്പോൾ അപ്പൊ തന്നെ റെസിപ്പി ചോദിക്കും. ഈ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചിക്കൻ അച്ചാറും കൊഴുവ അച്ചാറും കഴിച്ചായിരുന്നു. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഞാനപ്പോ കൊഴുവ അച്ചാറിന് റെസിപ്പി ചോദിച്ചിട്ട് ചേട്ടൻ എനിക്ക് കിട്ടാന്നായിരുന്നു. അപ്പൊ ഞാൻ അതൊരു ദിവസം വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. നിങ്ങൾ അത് കണ്ട് അത് ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ ഐറ്റംസ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ചിക്കൻ കൊണ്ടാട്ടം, നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുട്ട ചിക്കി വറുത്തത്, ചാള വറുത്തത്, ബീട്രൂട്ട് തോരൻ, കടലക്കറി, മോരുചാറ്, ഇടിയപ്പം, ചോറുണ്ട് ചൂടാക്കാൻ വേണ്ടി ഓവനിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടെ അങ്ങനെ കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോണേണ്. എല്ലാവരും എന്ന് പറഞ്ഞാൽ ആരില്ല, ഞാനും ചേച്ചി മാത്രമേ ഉള്ളൂ. പിന്നെ കഴിച്ചു കഴിഞ്ഞിട്ടൊക്കെ ബാക്കി കാണാം. അങ്ങനെ ചേച്ചിയുടെ ചിക്കൻ കറിയും ഇടിയപ്പം കഴിക്കാൻ വേണ്ടി ഒരാളും കൂടെ എത്തിയിട്ടുണ്ട് ഗൈസ്. എടാ പരിചയപ്പെടുത്തു നിന്ന. ചേച്ചി വിളിച്ചു വരുത്തതാണ് ഗൈസ്. ചേച്ചി പറഞ്ഞാ വാട ചിക്കൻ കറിയും ഇടിയപ്പവും കഴിക്കാന്ന് പറഞ്ഞു. ഞങ്ങൾ അവനെ സ്റ്റിൽ ഇത്ര നേരം അവനെ വെയിറ്റ് ചെയ്ത് നിൽക്കണ്ടായിരുന്നു. കഴിച്ചു തുടങ്ങിയിട്ടേ ഇല്ല. ഞങ്ങൾ വേഗം അവനെ വിശക്കുന്നു. ഇല്ല ഞങ്ങൾ കഴിച്ചിട്ടൊന്നുമില്ല. വാവാ ഹേഗു ഇപ്പോഴും സ്റ്റിൽ സ്ലീപ്പിംഗ് ആണ്, എഴുന്നേറ്റിട്ടില്ല. അവൻ എഴുന്നേറ്റിന് പോവാ, നമുക്ക് ആസ്വദിച്ച് കഴിക്കാം. താഴെ ഇരുന്ന് കഴിക്കണ സുഖം വേറെ ആണല്ലേ. പ്ലാനിങ് ഇല്ലായിരുന്നു ഇപ്പൊ നിങ്ങൾ വരുമെന്ന്. അപ്പൊ അതുകൊണ്ട് സോറി ഗൈസ്, ഞാൻ ഇപ്പൊ അതുകൊണ്ട് കൂടുതൽ ഐറ്റംസ് ഞങ്ങൾ ചുമ്മാ വെറുതെ അന്ന് പോയിട്ട് ബർത്ത്ഡേ ഡ്രസ്സ് എടുക്കാൻ പറ്റില്ല. അപ്പൊ ചേച്ചി പറഞ്ഞ വാടിയ നമുക്ക് ഇവിടുത്തെ ഷോപ്പിലൊക്കെ പോയി നോക്കാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഇറങ്ങിയതാണ്. നാണിച്ച് നിക്കാതെ കഴിക്കട്ടെ. ചേച്ചി എടുക്കാത്തത് ഓ എരിവ് കൂടുതല്. ഓക്കെ അപ്പൊ ഗൈസ് ഞങ്ങൾ പിന്നെ കഴിച്ചു കഴിഞ്ഞിട്ട് കാണാം. അപ്പൊ അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. അപ്പൊ ഒരാളിവിടെ എഴുന്നേറ്റ് ഇച്ചിരി ഇടിയപ്പൊക്കെ കഴിച്ചോട്ടേകു. അത് കഴിഞ്ഞപ്പോ പിന്നെ തൊട്ട് ചിടുങ്ങി ഇരിക്കണേണ്. പറ്റി ഉമ്മാനെ ഇങ്ങനെ ഉമ്മാന്നത്. ഇന്ന് ഫുഡെല്ലാം കഴിച്ച് പുറത്തോട്ട് ഇറങ്ങി. ഇനി നേരെ വീട്ടിൽ പോകാനുള്ള പ്ലാനാണ്. അപ്പൊ അതിനു മുമ്പ് ഞങ്ങൾക്ക് കുറച്ച് ടൂൾസ് വാങ്ങിക്കാനുണ്ട്. ടൂൾസ് വേറൊന്നുമില്ല, കുറച്ച് സ്പാൻഡറും സ്ക്രൂ ഡ്രൈവർ അങ്ങനത്തെ അല്ലറ സാധനങ്ങളൊക്കെ. അപ്പൊ അത് വാങ്ങിക്കാൻ ഞങ്ങൾ പ്രോപ്പർ ജോബിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ പ്രോപ്പർ ജോബ് എത്തിക്കാനായിട്ട് കാണാം. ഇതാണ് ഇപ്പൊ ഇവിടുത്തെ പ്രോപ്പർ ജോബ്. ക്രിസ്മസ് ട്രീസ് ഒക്കെ വന്നിരിക്കുന്നുണ്ടോ. ഓൾറെഡി ഇവിടെ ക്രിസ്മസ് ഒക്കെ വയ്യേ തുടങ്ങിയല്ല, ലൈറ്റൊക്കെ ഇട്ട്. എടാ ടൂൾ ബോക്സ് ആയിട്ടെല്ലാം സെറ്റ് ആയവനാണോ ഈ കുഞ്ഞിനാരിയാണത്? വണ്ടി നിർത്തിക്കഴിഞ്ഞാൽ എൻ്റെ കൊച്ചു അപ്പം തന്നെ കരയും ഗൈസ്. അവന് വണ്ടി നിർത്തണത് ഒട്ടും ഇഷ്ടമല്ല. എഗു ബൈ പറഞ്ഞേ. പിന്നെ ഇട്ടോട്ടെ താഴെ.
എന്നാലും കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഇതെല്ലാം മെഡിസിൻ്റെ സെക്ഷനാണ് കേട്ടോ. ഇതെല്ലാം ബേക്ക് ചെയ്യാനുള്ള അക്സസറീസിൻ്റെ സെക്ഷനാണ് കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ യൂസ് ചെയ്യാൻ പോലത്തെ കുഞ്ഞു പാത്രം കണ്ടു ഗൈസ്. നമുക്ക് ആവശ്യമുള്ള ഇതായിരുന്നു. അപ്പം നമ്മുടെ ടൂൾ ബോക്സ് നമുക്ക് കിട്ടി. സ്പാനർ സെറ്റാണ് കേട്ടോ. പിന്നെ നമ്മിനി നേരെ ഇത് ബില്ല് ചെയ്തിട്ട് വീട്ടിലേക്ക് പോകാൻ വേണ്ടി പോണേണ് ഗൈസ്. ഈ വീണ് കണ്ട ഹെയിൽ സ്റ്റോണ് ഞങ്ങൾ അപ്പം നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഹെയിൽ സ്റ്റോൺ വീണോണ്ടിരിക്കുന്നതാണ്. നമ്മുടെ നാട്ടിൽ ഇതിന് എന്താ പറയണ? നാവൽപ്പഴം വീണ് അങ്ങനെ എന്തൊക്കെയാണ് പറയണത് കണ്ടോ ഗൈസ്. ഹെയ്വിനെ പെസിഫർ താഴെ പോയിട്ട് അവൻ ഓടിപ്പോയി എടുക്കാണ്ട് പോയതാണ്. താങ്ക് യു. ഹെയിൽ സ്റ്റോൺ വീണുണ്ടോ? അതൊരെണ്ണം എടുത്തത്. ഇതാണ് ഗൈസ് ആ സാധനം. വീണോണ്ടിരിക്കണണ്ട. എന്തേലും ഇട് ഗൈസ്. ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യണേണ്. അപ്പൊ എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി അടുത്തൊരു ദിവസം കാണാം. ബൈ. എല്ലാവരും എന്റെ ചാനലിന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.